ഫലമേ ഒരു മഹത്തായ കൃതി ഉപരിപ്ലവമായി വായിച്ചാലും അതുകൊണ്ട് ഒരു ഗ്രന്ഥകാരന്റെ ഏറ്റവും വലിയ സാഫല്യം ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിന്റെ കയങ്ങളിൽ ഇറങ്ങുന്ന ഒരു സഹൃദയ ലോകം ഇവിടെ ഉണ്ടാകും. ഈ കഥ വായിച്ചിട്ട് എനിക്ക് ഹൃദയത്തിൽ ഒരു ഇന്നലെ ഞാൻ 2-3 കഥകൾ സാമ്പിളിന് വായിച്ചതേ ഉള്ളൂ. അധികം വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷെ അത് എന്റെ ഹൃദയത്തിൽ എവിടെയോ ഏതോ ചില കഥാപാത്രങ്ങൾ എന്നോട് സങ്കടം പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞങ്ങളിങ്ങനെയൊക്കെ ആയിപ്പോയി. നമ്മുടെ ജീവിതത്തിന്റെ എന്റെയൊക്കെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സ്വൈര്യവുമൊക്കെ ഉണ്ട്. എന്റെ ലക്ഷ്യത്തിനൊന്നും വലിയ തടസ്സമില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവർക്ക് ഒരു പശ്ചാത്താപം തോന്നിക്കുന്ന വിധത്തിൽ അനാഥങ്ങളും അഗതികളുമായ ജീവിതങ്ങളുടെ വലിയ ഒരു സംഖ്യയുള്ള ഒരു ലോകത്തിലാണ്. അങ്ങനെ നമുക്കിന്ന് സാധാരണ രാഷ്ട്രീയ ജീവിതം കൊണ്ട് നമുക്ക് ഒരു വശത്ത് നമ്മുടെ ഹൃദയത്തിന്റെ മൃദുലം എന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ പരിശുദ്ധങ്ങളായ ഭാവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. തമ്മിൽ സുഹൃത്തുക്കൾ തല്ലി കൊല്ലുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ക്രൂരത വർദ്ധിച്ചു വരുന്നു. മനുഷ്യ സമുദായം ഇവിടെ വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ പത്രത്തിലെ റിപ്പോർട്ടാണ്. ചിന്തിക്കുന്നവർക്ക് ഇവിടെ മനുഷ്യ സമൂഹം ആത്മഹത്യ ചെയ്യുവാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുരുക്ക് മേലെ കെട്ടിയിട്ട് അതിന് ബലം നോക്കി തന്റെ കഴുത്ത് ഈ കുരുക്കിലേക്ക് ഇടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ആത്മഹത്യാ ലോലുപമായ ഒരു സമൂഹത്തെ പോലെ വിഭ്രാന്തമായ ഒരു പ്രപഞ്ചമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഒരു കൂട്ടം പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ സമൂഹത്തിന്റെ ആത്മഹത്യ ആരംഭിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ എഴുത്തുകാരാണ് ഇതൊക്കെ അവതരിപ്പിക്കേണ്ടത്. ഈ ക്രൂരത വരുന്ന സമയത്ത് നമുക്കിവിടെ ക്രൂരതയ്ക്കപ്പുറത്ത് സ്നേഹിക്കപ്പെടേണ്ട കഷ്ടപ്പെടുന്ന ഒരു വലിയ ലോകമുണ്ട്. ഞാനിന്ന് 2 പുസ്തകങ്ങൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. നമ്മൾ എത്രമാത്രം പരസ്പരം കലഹിച്ചാലും മനുഷ്യന്റെ ഉത്തമമായ അഭിരുചികൾക്ക് വേണ്ടിയുള്ള ഒരു അത്യാഗ്രഹം മനുഷ്യനിൽ അതൊരിക്കലും നശിക്കുന്നില്ല. ഞാൻ ഇന്ന് വടകര ടൗൺ ഹാളിൽ പ്രസംഗം തുടങ്ങുമ്പോൾ 4 മണിയാണ്. 4 മണിക്ക് കേരളത്തിലെ ഏത് വലിയ പട്ടണത്തിലെ ഹാളിലും 4 മണിക്ക് ഈ മഴക്കാലത്ത് നമുക്കൊരു സമൃദ്ധമായ സദസ്സ് ഉണ്ടാവുകയില്ല. കാരണം ജോലി തിരക്ക് അത്. പക്ഷേ ഭാരത പര്യടനം എന്ന കൃതിയുടെ സംസ്കൃത വിവർത്തനം പ്രകാശിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്തയുടെ ഏതോ തരത്തിലുള്ള ഒരു വിലോഭനീയത കാരണം ഞാനവിടെ ചെല്ലുമ്പോഴേക്ക് വടകര ടൗൺ സാമാന്യം വലിയ ഒരു ടൗണാണ്. അത് നിറയെ ചെറുപ്പക്കാരടക്കം നിറയെ ആളുകൾ കൂടിയിരിക്കുക. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തെപ്പറ്റി ഭയജനങ്ങളായ എത്ര പ്രവചനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇവിടെ മനുഷ്യാത്മാവ് അതിന്റെ അന്വേഷണത്തിന് വേണ്ടിയുള്ള അതിന്റെ പഴയ ഒരു സഞ്ചാരമുണ്ട്. ആ സഞ്ചാരത്തിൽ അതിന് കാലിടറുന്നില്ല എന്നുള്ള ഒരു വിശ്വാസം, വലിയ പ്രതീക്ഷകൾ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ കുഴപ്പങ്ങളെല്ലാം അതിജീവിക്കുന്ന ഒരു അന്തർലോകം നമുക്കുണ്ട്. ഈ ഐതിഹ്യമാലയിൽ ഒരു വലിയ ഒരു അഭ്യാസിയെ പരീക്ഷിക്കാനായിട്ട് അയാളോട് ഒരു ഗുരുക്കൾ അയാളോട് പറഞ്ഞ്, നിങ്ങൾ വലിയ അഭ്യാസിയാണല്ലോ, എന്നാൽ ഈ വാഴ വെട്ടു എന്ന് പറഞ്ഞു രാജാവ്, കല്ലന്താച്ചൽ ഗുരുക്കൾ. അപ്പൊ അദ്ദേഹം തന്റെ ഏറ്റവും വലിയ അടവ് ഉപയോഗിച്ചിട്ട് വാഴ വെട്ടി. അപ്പൊ വാഴ മുറിഞ്ഞപ്പോഴാണ് അതിന്റെ ഉള്ളിൽ ഒരു ചെമ്പ് കമ്പി വെച്ചിരുന്നു. അപ്പൊ രാജാവ് തന്നോട് വാഴ വെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പേനക്കത്തി കൊണ്ട് മുറിക്കാവുന്നൊരു വാഴ വെട്ടാൻ വടക്കൻ കർണാടകത്തിലെ ഏറ്റവും വലിയൊരു അഭ്യാസിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഴ പ്രത്യക്ഷത്തിൽ കാണുന്ന വാഴയല്ല, അതിന്റെ ഉള്ളിൽ ഏതോ കനപ്പെട്ടൊരു വസ്തു ഉണ്ടെന്ന് കരുതി അതാണ് അഭ്യാസിയുടെ ഏറ്റവും വലിയ ഉയർന്ന. അതുപോലെയാണ് ഈ സാഹിത്യകാരൻ, അതുപോലെയാണ് മനുഷ്യ സമൂഹം. നമ്മൾ ഈ വാഴയെ
പോലെ ദുർബലമാണ്. കാറ്റടിക്കുമ്പോഴൊക്കെ നമ്മൾ വീണു പോകും. രാഷ്ട്രീയമായ പക്ഷപാതങ്ങൾ നമ്മളെ ഉലച്ചു എന്ന് വരും. പക്ഷെ ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ആ പരീക്ഷണത്തിന്റെ തീവ്ര മുഹൂർത്തത്തിൽ നാം ഒരിക്കലും മാനവികതയുടെ ആത്യന്തികമായ ആവശ്യങ്ങളെ നിഷേധിക്കുന്ന സ്വഭാവത്തോടുകൂടി അവിടെ ആവും. നിങ്ങൾ ഈ മെസ്മരിസത്തെ കുറിച്ചും എല്ലാം കേട്ടിരിക്കുമല്ലോ. ഒരാളെ മെസ്മറൈസ് ചെയ്തിട്ട് ഉറക്കിയിട്ട് പലതും ചെയ്യിക്കാം. പക്ഷേ നിങ്ങൾക്ക് അയാളോട് മറ്റൊരാളെ കത്തിയെടുത്ത് കുത്തി കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉറക്കം വന്ന ആ കക്ഷി വരുന്നതായി. അപ്പോൾ മെസ്മറിസം കൊണ്ട് നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിലും അതിനപ്പുറത്തേക്ക് അയാളുടെ ഉള്ളിൽ ഒരു കാവൽക്കാരനുണ്ട്. സാഹിത്യം ചെയ്യുന്നത് ഈ കാവൽക്കാരന് ഭക്ഷണം കിട്ടാതെ അവൻ പട്ടിണി കിടക്കുന്ന കാലമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു കാവൽക്കാരൻ. അപ്പൊ കാവൽക്കാരനാണ് ഒരു രാജ്യത്തിന്റെ ക്ഷേമസമാധാനം. വേറൊരു വാക്കുണ്ടല്ലോ, ലോ ആൻഡ് ഓർഡർ. അതെ, നിയമവാഴ്ച ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ വന്നിട്ട് മറുപടി പറയും. പക്ഷേ നമ്മുടെ ഉള്ളിൽ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ രാജ്യത്തിൽ ക്രമസമാധാനമൊക്കെ പാലിക്കുന്നത് പോലീസാണ്. ഒരു കാവൽക്കാരൻ വേണം. അത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരു പോലീസ്. പക്ഷെ ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെയുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ അയാൾ രാജിവെക്കുന്നതാണ്. പക്ഷെ നമ്മളത് പറയുന്നത് ആഭ്യന്തരമന്ത്രിയും പോലീസും ഉള്ളതുകൊണ്ട് എന്റെ ഹൃദയത്തിലെ കാവൽക്കാരനെ ഞാൻ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സമൂഹം വരുമ്പോൾ ഇവിടെ ജനസംഖ്യയിലെ മുക്കാലോഹരിയും പോലീസായാലും ക്രമസമാധാനം നിലനിർത്തുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ സാഹിത്യത്തിന്റെ സന്ദേശത്തെ ജനപഥങ്ങളിലൂടെയും രാജവീഥികളിലൂടെയും മാത്രമല്ല ഊടുവഴികളിലൂടെയും നാം ഈ ഏത് പറമ്പിന്റെ ഉള്ളിലേക്കും ഏത് ഗുഹകളിലേക്കും പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ അനവധി കഥകളുണ്ട്. ഇതിലെ ഭാഷയും വളരെ സമർത്ഥമായ ഭാഷയാണ് ശശിക്ക് വശപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷും മറ്റും ഇവിടുത്തെ ഓഫീസിലുള്ള ഇംഗ്ലീഷ് പോലെയുള്ളതല്ല. വളരെ പരിപക്വമായി ഇന്ന് ഏറ്റവും ആധുനികമായി നിലവിലുള്ള ഇംഗ്ലീഷ് വാക്ക്, അത് ഏറ്റവും ഉചിതമായി. പക്ഷെ അതോടൊപ്പം അദ്ദേഹം ഉപയോഗിക്കുന്ന വർണ്ണനാത്മകമായ വാക്കുകൾ മലയാള സാഹിത്യത്തിൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും നല്ല വാക്കുകളോട് കിടപിടിക്കുന്ന വാക്കുകളുമാണ്. നേരിയൊരു ഫലിതം. ഈ അഗ്നിജ്വാലയിൽ ശലഭങ്ങൾ വന്ന് വീഴുമ്പോൾ എവിടെയോ സൃഷ്ടിയുടെ ഏതോ ഒരു ആകാശത്തിൽ ഒരു കണ്ണ് ഇതിന്റെ നേരെ വരുന്നുണ്ട്. ആ കണ്ണിലൊരു നേരിയ തിളക്കമുണ്ട്. മനുഷ്യൻ ഇത്രയൊക്കെ ആയിട്ടും ഈ ജ്വാലകളിൽ വന്ന് വീഴുന്നല്ലോ എന്നുള്ളത്. ദയനീയതയുടെ ഏറ്റവും അടിയിൽ അവന്റെ ഉള്ളിൽ ഈ ഒരു നേരിയ ഒരു ഉപഹാസത്തിന്റെ ഒരു അതൊക്കെ എഴുത്തിൽ മാത്രമേ അത് അവതരിപ്പിക്കാൻ കഴിയൂ, അത് വർണ്ണിക്കുവാൻ കഴിയും. അങ്ങനെ നമ്മൾ അത് വായിച്ച് തീരുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഏതെല്ലാമോ അഴിഞ്ഞു വീഴുന്നു, എവിടെയെല്ലാമോ നമുക്ക് വിഷമം തോന്നുന്നു, വേദനിക്കുന്നു എന്നെല്ലാം നമുക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ അനുഭവത്തിന്റെ ഒരു പകർച്ച കൊടുക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹം വലിയ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അതിൽ ശമ്പളത്തിന് വേണ്ടി എഴുതപ്പെടുന്ന ഒരു വരഞ്ഞിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണുകയും ശമ്പളമൊക്കെ വേണ്ടതാണ്. പക്ഷെ നമ്മുടെ ജീവിതം മുഴുവനും കുട്ടികളെ മുഴുവനും അതിന്റെ ചട്ടക്കൂടിൽ വെച്ച് നിയന്ത്രിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ ശ്രമിക്കരുത്. നമ്മുടെ ഇന്ത്യ ഇന്ന് അമേരിക്ക വലിയ യോഗ്യപ്പെട്ട രാഷ്ട്രം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും മോശമായ രാജ്യമായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കും. കാരണം അവിടെ ഒരു നൂറ്റാണ്ട് മുമ്പ് ഏറ്റവും മഹാനായ ഒരു കവിയുണ്ടായിരുന്നു, വാൾട്ടർ വിച്ച്മാൻ. വാൾട്ടർ വിച്ച്മാനെ പോലെയുള്ള കവികൾ, എമേഴ്സനെ പോലെയുള്ള ചിന്തകന്മാർ അമേരിക്ക